ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് 7-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി വരുന്ന LP-UP അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ റെഡിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ്. പ്രീ ഓർഡർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ന്യൂ SCERT ബുക്കുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 990 രൂപയാണ്. എന്നാൽ ലോഞ്ചിങ് പ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് 950 രൂപയ്ക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉടൻ തന്നെ ഇത് പ്രീ ബുക്ക് ചെയ്യുക. കേരള PSCയുടെ CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ CPO റാങ്ക് ഫയലുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ കംപ്ലീറ്റ് സിലബസ് കവറേജ് കിട്ടുവാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. 3 മൊഴികളായിട്ടാണ് റാങ്ക് ഫയലുകൾ ലഭ്യമാവുന്നത്. ന്യൂ SCERT NCERT പാഠഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പരിശീലിക്കാൻ വേണ്ടിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു റാങ്ക് ഫയലാണ് ടാലന്റ് അക്കാദമിയുടെ ഈ ഒരു റാങ്ക് ഫയൽ. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ ഈ റാങ്ക് ഫയലുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അവാർഡാണ്. അപ്പോൾ ഏത് അവാർഡാണെന്ന് ഓർത്ത് വെക്കുക. പുലിറ്റ്സർ പ്രൈസസ് ആണ്. 2026 പുലിറ്റ്സർ പ്രൈസസ് ആണ്. പുലിറ്റ്സർ സമ്മാന പുരസ്കാരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവാർഡ് പല കാറ്റഗറികളിലായിട്ട് നൽകി വരുന്നുണ്ട്. ജേർണലിസം മേഖലയിലുള്ള അവാർഡുണ്ട്, അതേപോലെ ബുക്സ്, ഡ്രാമ, മ്യൂസിക് വിഭാഗങ്ങളിലുള്ള അവാർഡുകളുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു അവാർഡിൽ നോക്കുന്നത് PSCക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള കാറ്റഗറികൾ മാത്രമാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് ഫിക്ഷൻ ആണ്. ഫിക്ഷൻ എന്നുള്ള ഈ ഒരു വിഭാഗത്തിൽ അവാർഡ് നേടിയിരിക്കുന്നത് ആരെന്ന് നമുക്ക് നോക്കാം. ഓർത്തു വെക്കുക, ഡാനിയൽ ക്രൗസ് ആണ്. ആരാണ്? ഡാനിയൽ ക്രൗസ് ആണ് എന്താണ് ഈ ഒരു വിഭാഗത്തിൽ, ഫിക്ഷൻ എന്നുള്ള ഈ ഒരു വിഭാഗത്തിൽ എന്താണ് പുരസ്കാരം നേടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഡാനിയൽ ക്രൗസിന്റെ ഏഞ്ചൽ ഡൗൺ, എന്താണ് ഏഞ്ചൽ ഡൗൺ എന്നുള്ള ഈ ഒരു രചനയ്ക്കാണ് പുരസ്കാരം ലഭിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡ്രാമ എന്നുള്ള ഈ ഒരു കാറ്റഗറിയിൽ ആർക്കാണ് പുരസ്കാരം ലഭിക്കുന്നത്? ബസ് വോളിനാണ്. ആർക്കാണ്? ബസ് വോളിനാണ്. അദ്ദേഹത്തിന്റെ ലിബറേഷൻ എന്നുള്ള ആ ഒരു ഡ്രാമയിലൂടെയാണ് ഈ ഒരു പുരസ്കാരം 2026 പുലിറ്റ്സർ പ്രൈസിലെ ഡ്രാമ വിഭാഗത്തിൽ അദ്ദേഹം ഈ ഒരു പുരസ്കാരം നേടുന്നത്. ഇനി നമ്മൾ നോക്കുന്ന കാറ്റഗറി ഹിസ്റ്ററി ആണ്. ഹിസ്റ്ററി വിഭാഗത്തിൽ ഈ ഒരു പുരസ്കാരം നേടിയിരിക്കുന്ന ആരാണെന്ന് ഓർത്ത് വെക്കുക. ജിൽ ലെപ്പോയാണ്. ആരാണ്? ജിൽ ലെപ്പോയാണ് ഈ ഒരു പുരസ്കാരം നേടിയിരിക്കുന്നത് ഹിസ്റ്ററി എന്നുള്ള ഈ ഒരു വിഭാഗത്തിൽ. അപ്പോൾ ഏത് രചനയിലൂടെയാണെന്ന് ഓർത്ത് വെക്കുക. വി ദ പീപ്പിൾ എ ഹിസ്റ്ററി ഓഫ് US കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഈ ഒരു രചനയിലൂടെയാണ് ആരാണ്? ജിൽ ലെപ്പോ ഈ ഒരു പുരസ്കാരം നേടുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ബയോഗ്രഫി ബയോഗ്രഫി എന്നുള്ള വിഭാഗത്തിൽ പുരസ്കാരം നേടുന്നത് ആരാണെന്ന് ഓർത്ത് വെക്കുക. അമൻഡ വെയിലാണ്. അമൻഡ വെയിലാണ് ഈ ഒരു ബയോഗ്രഫി എന്നുള്ള വിഭാഗത്തിൽ ഈ ഒരു പുരസ്കാരം നേടുന്നത്. ഇനി ഏത് രചനയിലൂടെയാണെന്ന് ഓർത്ത് വെക്കുക. പ്രൈഡ് ആൻഡ് പ്ലഷർ. പ്രൈഡ് ആൻഡ് പ്ലഷർ ദി സ്കൈലർ സിസ്റ്റേഴ്സ് ഇൻ ആൻ ഏജ് ഓഫ് റെവല്യൂഷൻ എന്നുള്ള രചനയിലൂടെയാണ് അമൻഡ വെയിൽ ഈ ഒരു ബയോഗ്രഫി വിഭാഗത്തിൽ പുലിറ്റ്സർ പുരസ്കാരം നേടുന്നത്. ഇനി നമ്മൾ നോക്കുന്ന കാറ്റഗറി മെമ്മോയർ ഓർ ഓട്ടോബയോഗ്രഫി. മെമ്മോയർ ഓർ ഓട്ടോബയോഗ്രഫി എന്നുള്ള കാറ്റഗറിയാണ്. അപ്പോൾ ഇതിൽ പുരസ്കാരം നേടുന്നത് ആരാണെന്ന് ഓർത്ത് വെക്കുക. യിയുൻ ലീ ആണ്. ആരാണ്? യിയുൻ ലീ ആണ് ഈ ഒരു പുരസ്കാരം ഈ ഒരു കാറ്റഗറിയിൽ നേടുന്നത്. അദ്ദേഹത്തിന്റെ തിങ്സ് ഇൻ നേച്ചർ മേർലി ഗ്രോ എന്നുള്ള ഈ ഒരു രചനയിലൂടെയാണ് പുരസ്കാരം നേടുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് പോയട്രി. പോയട്രി എന്നുള്ള കാറ്റഗറിയാണ്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ പുരസ്കാരം നേടുന്നത് ജൂലിയാനയാണ്. ആരാണ്? ജൂലിയാന സ്പാർ ആണ് ഈ ഒരു പോയട്രി എന്നുള്ള കാറ്റഗറിയിൽ പുരസ്കാരം നേടുന്നത്. അപ്പോൾ ആർട്സ് പോയറ്റിക്കാസ് എന്നുള്ള ഈ ഒരു രചനയിലൂടെയാണ് ആരാണ്? ജൂലിയാന പോയട്രി എന്നുള്ള വിഭാഗത്തിൽ പുലിറ്റ്സർ പ്രൈസ് നേടുന്നത്. ഇനി ഈ ഒരു പുരസ്കാരത്തിൽ നമ്മൾ പല കാറ്റഗറികൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പം നമ്മൾ നോക്കിയത് ഈ ഒരു ബുക്സ്, ഡ്രാമ, മ്യൂസിക് എന്നുള്ള വിഭാഗത്തിൽ അതാണ് കൂടുതലായിട്ടും PSC ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത്. ആ കാറ്റഗറിയിലെയാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പറഞ്ഞു ജേർണലിസം എന്നുള്ള മേഖലയിലും ഈ ഒരു പുരസ്കാരം നൽകുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൽ 2 ഇന്ത്യക്കാർക്ക് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. എന്താണെന്ന് ഓർത്ത് വെക്കുക. പത്രപ്രവർത്തന മേഖലയ്ക്കുള്ള ഇല്ലസ്ട്രേറ്റർ, റിപ്പോർട്ടിംഗ് ആൻഡ് കമന്ററി വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാര്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഈ ഒരു പുരസ്കാരം നേടുന്നത് നമ്മളൊരു ഇന്റർനാഷണൽ പുരസ്കാരങ്ങളാണെങ്കിൽ ഇന്ത്യയിലുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതോടൊപ്പം ഈ ഒരു ഇത്രയും പോയിന്റ്സ് നമ്മൾ പറഞ്ഞതിനോടൊപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ആനന്ദ് RKയ്ക്കും അതേപോലെ സുപർണ ശർമ്മയ്ക്കുമാണ്. RK ആനന്ദിനും അതേപോലെ സുപർണ ശർമ്മയ്ക്കുമാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. പത്രപ്രവർത്തന മേഖലയ്ക്കുള്ള ഇല്ലസ്ട്രേറ്റർ, റിപ്പോർട്ടിംഗ് ആൻഡ് കമന്ററി വിഭാഗത്തിലാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക.
ഇവർ ട്രാപ്പഡ് എന്നുള്ള പേരിൽ, ഈ രണ്ട് പേരെന്താണ്, ട്രാപ്പഡ് എന്നുള്ള പേരിൽ ബ്ലൂംബെർഗ് വഴി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലൂടെയാണ്, ആ ഒരു പ്രൊജക്റ്റിലൂടെയാണ് ഇവർക്ക് എന്താണ് പുരസ്കാരം ലഭിക്കുന്നത്. എന്താണ് ട്രാപ്പഡ്, ഓർത്തു വെക്കുക, എന്താണ് ട്രാപ്പഡ് എന്ന പേരിൽ ബ്ലൂംബെർഗ് വഴിയിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചത്, ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അതിലൂടെയാണ് അവർക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. ഇനി ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്, ഈ ഇന്ത്യയിൽ നടക്കുന്ന ഡിജിറ്റൽ അറസ്റ്റ്, അതേപോലെ സൈബർ ക്രൈമുകൾ, സൈബർ തട്ടിപ്പുകൾ തുടങ്ങിയവയെ കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണിത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ്, ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവർക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് ഇന്ത്യക്കാർ ആരൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക, എന്താണ് ആനന്ദ് ആർക്കെയും അതേപോലെ സുപർണ ശർമ്മ എന്ന രണ്ട് ഇന്ത്യക്കാർക്കും ഈ ഒരു പുരസ്കാരം 2026 എന്താണ് പുലിറ്റ്സർ പ്രൈസിൽ പത്രപ്രവർത്തന മേഖലയ്ക്കുള്ള ഇല്ലസ്ട്രേറ്റഡ് റിപ്പോർട്ടിംഗ് ആൻഡ് കമന്ററി വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത്, അടുത്തിടെ കിഫ്ബി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനം രാജിവെച്ചത് ആരെന്നാണ്. ഓർത്തു വെക്കുക, KM എബ്രഹാം ആണ്. ആരാണ്? KM എബ്രഹാം ആണ്. എന്താണ് കിഫ്ബിയുടെ CEO സ്ഥാനം അദ്ദേഹം രാജിവെക്കുകയുണ്ടായി. അടുത്തിടെയാണ് അദ്ദേഹം രാജിവെച്ചത്. ആരാണെന്ന് ഓർത്തു വെക്കുക, KM എബ്രഹാം ആണ് ഈ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണ് രാജിവെച്ചിരിക്കുന്നത്. ഇനി പുതിയ CEO ആയിട്ട് അഡീഷണൽ CEO ആയിട്ടുള്ള മിനി ആന്റണി, ആരാണ്? മിനി ആന്റണി ചുമതല ഏൽക്കുന്നതായിരിക്കും. ആരാണ്? മിനി ആന്റണി എന്താണ് ചുമതല ഏൽക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണ് അടുത്ത CEO ആയിട്ട് വരുന്നത്, എന്താണ് അഡീഷണൽ CEO ആയിട്ടുള്ള മിനി ആന്റണി ചുമതല ഏൽക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കിയ പോയിന്റ് ഓർത്ത് വെക്കുക, കിഫ്ബിയുടെ CEO സ്ഥാനം അടുത്തിടെ രാജിവെച്ചത് ആരാണ്? KM എബ്രഹാം ആണ് കേട്ടോ. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, ദുരന്തങ്ങളിലും അതേപോലെ അടിയന്തര സാഹചര്യങ്ങളിലും വേഗത്തിൽ വിന്യസിക്കുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്ത ബിഷം ക്യൂബ്സ് മൊബൈൽ ആശുപത്രി യൂണിറ്റുകൾ ഇന്ത്യ അടുത്തിടെ കൈമാറിയ രാജ്യം ഏതെന്നാണ്, ഏത് രാജ്യത്തിനാണ് കൈമാറിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓർത്തു വെക്കുക, ജമൈക്ക. എന്താണ് ഏത് രാജ്യത്തിനാണ്? ജമൈക്കയ്ക്കാണ് എന്താണ് ഈ യൂണിറ്റുകൾ അടുത്തിടെ ഇന്ത്യ കൈമാറിയത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞതാണ്, ബിഷം ക്യൂബ്സ് എന്നുള്ള മൊബൈൽ ആശുപത്രി യൂണിറ്റുകളാണ്. അവ എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും പെട്ടെന്നുള്ള ദുരന്തങ്ങളും അതേപോലെ അടിയന്തര സാഹചര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ വേഗത്തിൽ തന്നെ എന്താണ് ഇത് പ്രാവർത്തികമാക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു ആശുപത്രിയുടെ ഹെൽപ്പ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആശുപത്രി യൂണിറ്റുകളാണിത്. അപ്പോൾ ഇത് ഇന്ത്യ ആർക്കാണ് കൈമാറിയെന്ന് ഓർത്തു വെക്കുക, ജമൈക്കയ്ക്കാണ് കൈമാറിയിരിക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞു എന്താണ് ബിഷിം എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ പൂർണ്ണരൂപം, അതായത് BHISHM എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഭാരത് ഹെൽത്ത് ഇനിഷ്യേറ്റീവ് ഫോർ സഹയോഗ് ഹിത ആൻഡ് മൈത്രി എന്നുള്ളതാണ്. എന്താണ്? ഭാരത് ഹെൽത്ത് ഇനിഷ്യേറ്റീവ് ഫോർ സഹയോഗ് ഹിത ആൻഡ് മൈത്രി എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഇന്ത്യയാണ് ഈ ഒരു എന്താണ് ജമൈക്കയ്ക്ക് ഇത്തരത്തിൽ എന്താണ് യൂണിറ്റുകൾ നൽകിയത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ എന്താണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള S ജയശങ്കർ, അദ്ദേഹം എന്താണ് അടുത്തിടെ ജമൈക്ക വിസിറ്റ് ചെയ്യുകയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ്, ഈ ഒരു വിസിറ്റിങ്ങിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം എന്താണ് ഈ ഒരു 10 യൂണിറ്റുകൾ ആർക്ക് കൈമാറിയത്? ജമൈക്കയ്ക്ക് കൈമാറിയത്. ഇനി നമ്മുടെ വിദേശകാര്യ മന്ത്രി S ജയശങ്കറും അതേപോലെ തന്നെ ജമൈക്കയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആൻഡ്രൂ ഹോൾനെസ്സും തമ്മിലാണ് മീറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു മീറ്റിംഗ് നടന്നത്, ഇവർ മീറ്റ് ചെയ്തത് എവിടെ വെച്ചാണ്? കിങ്സ്റ്റണിൽ വെച്ചിട്ടാണ്. ജമൈക്കയിലെ കിങ്സ്റ്റണിൽ വെച്ചിട്ടാണ് ഇവർ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി രണ്ട് രാജ്യങ്ങളുടെയും തമ്മിലുള്ള ക്രിക്കറ്റ് പാരമ്പര്യത്തെ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് കിങ്സ്റ്റണിലെ സബീന പാർക്ക് സ്റ്റേഡിയത്തിന് ഇന്ത്യ ഒരു സ്കോർ ബോർഡ് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഈ ഒരു മീറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് നടന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് എന്താ ഈ ഒരു കിങ്സ്റ്റണിലെ സബീന പാർക്ക് സ്റ്റേഡിയത്തിന് ഇന്ത്യ എന്താണ് ഒരു സ്കോർ ബോർഡ് നൽകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ക്രിക്കറ്റ് പാരമ്പര്യത്തെ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കോർ ബോർഡ് നൽകിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ജമൈക്കയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് പറഞ്ഞു. എന്താണ്? ആൻഡ്രൂ ഹോൾനെസ് ആണ് എന്താണ് ഈ ഒരു ജമൈക്കയുടെ പ്രധാനമന്ത്രി. അപ്പോൾ ആരാണ് വിസിറ്റ് ചെയ്തത്? അടുത്തിടെ ഇന്ത്യയിൽ നിന്ന് വിസിറ്റ് ചെയ്തത് ആരാന്ന് പറഞ്ഞു? നമ്മുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള S ജയശങ്കർ ആണ് എന്താ ജമൈക്ക വിസിറ്റ് ചെയ്തത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്, ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോൺ ഏതെന്നാണ്. ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോൺ ഏതാണ്? സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ്. സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ് ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോൺ. ഇനി ആസ്ഥാനം എവിടെയാണെന്ന് ഓർത്തു വെക്കുക, വിശാഖപട്ടണമാണ്. വിശാഖപട്ടണമാണ് എന്താണ് സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം വരുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണമാണ്. 2026 ജൂൺ 1 മുതലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ജൂൺ 1 മുതലാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. വിശാഖപട്ടണമാണെന്ന് പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണമാണ് എന്താണ് സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനമായിട്ട് വരുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ എന്താ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക, ചന്ദ്രബാബു നായിഡു ആണതാണ് ആന്ധ്രാപ്രദേശിന്റെ നിലവിലെ മുഖ്യമന്ത്രി. ഇനി നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോൺ ആണ് വരുന്നത്. അത് ഏതാണെന്ന് ഓർത്തു വെക്കുക, സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ അടിയന്തര ആശയവിനിമയ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പൊതുസുരക്ഷാ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് അടുത്തിടെ ആരംഭിച്ച സംവിധാനം ഏതെന്നാണ്. ഓർത്തു വെക്കുക, സെൽ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം. എന്താണ് സെൽ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം എന്നുള്ള സംവിധാനമാണ് ആരംഭിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം വരുന്നത്? അടിയന്തര ആശയവിനിമയ സംവിധാനം
സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും അതേപോലെ പൊതുസുരക്ഷാ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായിട്ടാണ് ഈ ഒരു സംവിധാനം നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംവിധാനം ഉദ്ഘാടനം ചെയ്തതാരാണ്? നമ്മുടെ ആശയവിനിമയ മന്ത്രിയായിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇനി ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു പ്രദേശത്തേക്ക് നമുക്ക് എല്ലാവരുടെയും അവിടെയുള്ള ജനങ്ങളുടെ മൊബൈലിലേക്ക് അടിയന്തരമായിട്ടുള്ള മെസ്സേജുകൾ അയക്കുവാനായിട്ട് കഴിയുന്ന തരത്തിലാണ് ഈ ഒരു സംവിധാനം തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന്റെ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാവരുടെയും മൊബൈലുകളിൽ ഇത്തരത്തിലൊരു അടിയന്തരിത ഒരു നിർദ്ദേശം വരികയുണ്ടായി, ഒരു എമർജൻസി അലേർട്ട് പോലെ ഒരു മെസ്സേജ് വരികയും ഉണ്ടായിരുന്നു. അപ്പോൾ ഓർത്തു വെക്കുക, ഈ ഒരു സംവിധാനം എന്താണ്? സെൽ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ അടുത്തിടെ ആരംഭിച്ചിട്ടുള്ള ഈ ഒരു സുരക്ഷാ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അടിയന്തര ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു സംവിധാനമാണിത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. കുട്ടികളിലെ പ്രമേഹം നേരത്തെ തിരിച്ചറിയാനും മികച്ച ചികിത്സ ഉറപ്പാക്കാനും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മാർഗനിർദ്ദേശ രേഖ എന്നാണ് പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പോൾ 18 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളിലും ഈ ഒരു പ്രമേഹ പരിശോധന അല്ലെങ്കിൽ അവർക്കുള്ള പ്രമേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗനിർദ്ദേശ രേഖയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. സ്കൂളുകളും അതേപോലെ മറ്റ് കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമുകളും ഒക്കെ വഴിയിട്ടാണ് ഇത് നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ കുട്ടികൾക്ക് പ്രമേഹ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അവയെല്ലാം കണ്ടുപിടിച്ച് പ്രാരംഭത്തിൽ തന്നെ കണ്ടുപിടിച്ച് ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആജീവനാന്തമായിട്ട് പ്രമേഹ രോഗിയായിട്ട് മാറുന്നതും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കുടുംബ ചെലവ് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിനായിട്ട് 4Ts അവയർനെസ് ഫ്രെയിംവർക്കും കേന്ദ്രം പുറത്തിറക്കിയിട്ടുണ്ട്. 4Ts അവയർനെസ് ഫ്രെയിംവർക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ പറയുന്ന 4Ts എന്താണെന്നൊന്ന് ഓർത്തു വെക്കുക. ടോയ്ലറ്റ്, തേഴ്സ്റ്റി, ടയേർഡ് ആൻഡ് തിന്നർ എന്നുള്ളതാണ്. എന്താണെന്ന് ഓർത്ത് വെക്കുക. 4Ts എന്താണ്? ടോയ്ലറ്റ്, ഒന്നാമത്തത് ടോയ്ലറ്റ്, അതേപോലെ തന്നെ തേഴ്സ്റ്റി, ഇനി അതേപോലെ തന്നെ മറ്റൊന്നാണ് ടയേർഡ്, തിന്നർ എന്നിങ്ങനെയുള്ളതാണ് 4Ts എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ആരംഭഘട്ടത്തിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ ഒരു പ്രമേഹം ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് പറയുന്നത്. എപ്പോഴും ടോയ്ലറ്റിൽ പോകാനായിട്ട്, മൂത്രമൊഴിക്കാനായിട്ട് തോന്നുക, അതേപോലെ തന്നെ നല്ലതുപോലെ ദാഹം ഉണ്ടാവുക, ഇനി ക്ഷീണം ഉണ്ടാവുക, മെലിയുക, മെലിയുക എന്നിങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മാർഗനിർദ്ദേശ രേഖയിൽ 4Ts എന്നുള്ള അവയർനെസ് ഫ്രെയിംവർക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോളിംഗ് സംവിധാനം ആരംഭിച്ചത് എവിടെയെന്നാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചോരായാസി ടോൾ പ്ലാസയിലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. ഗുജറാത്തിലെ, ഓർത്തു വെക്കുക, ഗുജറാത്തിലെ NH 48ലാണ് കേട്ടോ. 48ലാണ് ഈ ഒരു സംവിധാനം വന്നിരിക്കുന്നത്. ചോരയാസി ടോൾ പ്ലാസയിലാണ് ഇത് വന്നിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഒരു മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോളിംഗ് സംവിധാനമാണ് വന്നിരിക്കുന്നത്. അതായത് വണ്ടികൾ നിർത്തി ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് എവിടെയാണ് വന്നത്? ഗുജറാത്തിലാണ്. NH 48ലാണെന്ന് ഓർത്ത് വെക്കുക. ചോരയാസി ടോൾ പ്ലാസയിലാണ് ഇത് വന്നിരിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ പുതിയ തീരുമാനപ്രകാരം ഉയർത്താൻ തീരുമാനിച്ച സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്രയെന്നാണ്. ഓർത്തു വെക്കുക, 37ആണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണമാണ്. അതായത് ഇതിൽ ചീഫ് ജസ്റ്റിസ് കൂടി വരുമ്പോൾ 38 ആവും കേട്ടോ. ചീഫ് ജസ്റ്റിസ് കൂടി വരുമ്പോഴത്തേക്ക് എണ്ണം എത്രയാകും? 38 ആവും എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 37 ആക്കണമെന്നുള്ള തീരുമാനമാണ് കേന്ദ്ര മന്ത്രിസഭ പുതിയതായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് എത്രയാണ്? 33ആണ് വരുന്നിരിക്കുന്നത്. 33ൽ നിന്നും 37ലേക്ക് ആക്കണമെന്നാണ് നിർദ്ദേശം വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കാര്യക്ഷമത, അതായത് ഈ ഒരു നമ്മുടെ സുപ്രീം കോടതിയിലെ കേസുകളുടെ എല്ലാം കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ആ ഒരു പ്രവർത്തനം എല്ലാം എളുപ്പമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ജഡ്ജിമാരുടെ എണ്ണം 33ൽ നിന്നും 37 ആക്കണമെന്ന് നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കേണ്ട പോയിന്റ് ഇവിടെ ചീഫ് ജസ്റ്റിസിനെ കൂടി ഉൾപ്പെടുത്തി 38 പേരായിരിക്കും ഉണ്ടാവുന്നത്. ഇതിനായി സുപ്രീം കോടതി നമ്പർ ഓഫ് ജഡ്ജസ് ഭേദഗതി ബില്ല് 2026 പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ട പോയിന്റ് ഇതാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ പുതിയ ഈ ഒരു തീരുമാനപ്രകാരം ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്ന സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 37 ആണ്. ചീഫ് ജസ്റ്റിസ് കൂടി വരുമ്പോഴത്തേക്കും അത് 38 ആകണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾ സുരക്ഷിതമായി യാത്ര സാധ്യമാക്കുന്നതിനായി അമേരിക്ക ആരംഭിച്ച നാവിക ദൗത്യം ഏതെന്നാണ്. ഓർത്തുവെക്കുക, പ്രൊജക്ട് ഫ്രീഡം. പ്രൊജക്ട് ഫ്രീഡം എന്നുള്ള ഒരു ദൗത്യമാണ്, നാവിക ദൗത്യമാണ്
ആരംഭിച്ചിരിക്കുന്നത്. ഏത് രാജ്യമാണ്? അമേരിക്കയാണ് എന്താണ് ട്രംപ് ആണ് എന്താണ് ഈ ഒരു ദൗത്യം ആരംഭിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു? ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായിട്ട് യാത്ര സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഈ ഒരു ദൗത്യം കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ഇപ്പോഴുള്ള യുദ്ധത്തിന്റെ അന്തരീക്ഷം കാര്യങ്ങളും ഹോർമൂസ് കടലിടുക്ക് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു പോയിന്റിനോടൊപ്പം തന്നെ ഇതും കൂടി പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ കൂടി ഹോർമൂസ് കടലിടുക്കിലൂടെ ഈ ഒരു കപ്പലുകൾക്ക് സുഗമമായിട്ട് പോകാൻ വേണ്ടിയിട്ട് സുരക്ഷിതമായിട്ട് പോകാൻ വേണ്ടിയിട്ട് അമേരിക്ക എന്നാണ് അവരുടെ നാവിക ശക്തി ഉപയോഗിച്ച് തയ്യാറാക്കിയ ദൗത്യമാണ് പ്രൊജക്ട് ഫ്രീഡം എന്നുള്ളത്. താൽക്കാലികമായിട്ട് ഈ ഒരു പ്രൊജക്ട് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രൊജക്ട് ഏതാണെന്ന് ഓർത്ത് വെക്കുക, ഫ്രീഡം. എന്താണ്? പ്രൊജക്ട് ഫ്രീഡം എന്നുള്ളതാണ് ഈ ഒരു ദൗത്യം. ആരാണ് ആരംഭിച്ചത്? അമേരിക്കയാണ് ഈ ഒരു ദൗത്യം ആരംഭിച്ചത്. ഇനി നമ്മൾ ഒരു കപ്പലുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പോയിന്റ് ഇതാണ്: ഹാൻഡ വൈറസ് പടർന്നതിനെ തുടർന്ന് കേപ്പ് വെർദയ്ക്കടുത്ത് നങ്കൂരമിട്ട ആഡംബര കപ്പൽ ഏതെന്നാണ്? ഓർത്തു വെക്കുക, MV ഹോണ്ടിയസ്. എന്താണ്? NV ഓർത്തു വെക്കുക, MV ഹോണ്ടിയസ് എന്നുള്ള കപ്പലാണ്. MV ഹോണ്ടിയസ് എന്നുള്ള കപ്പലാണ്. അപ്പോൾ ഈ ഒരു കപ്പൽ എവിടെയാണ് നങ്കൂരമിട്ടിരിക്കുന്നത്? കേപ്പ് വെർദയ്ക്ക് അടുത്തായിട്ട് ഇപ്പോൾ നങ്കൂരമിട്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് ഓർത്തു വെക്കുക, ഹാൻഡ വൈറസ് എന്നുള്ള ഈ ഒരു രോഗം എന്താണ് പടർന്നതിനെ തുടർന്നാണ്. അപ്പോൾ ഈ ഒരു കപ്പലുള്ള കുറച്ച് പേർക്ക് ഈ ഒരു വൈറസ് ബാധ ഉണ്ട് എന്നുള്ള കാരണത്തെ തുടർന്നാണ് ഇപ്പോഴെന്താണ് ഈ ഒരു ഷിപ്പ് കരക്കടക്കാതെ എന്ന കടലിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എവിടെയാണെന്ന് ഓർത്ത് വെക്കുക, കേപ്പ് വെർദയ്ക്ക് അടുത്തായിട്ടാണ് നങ്കൂരം ഇട്ടിരിക്കുന്നത്. കപ്പൽ ഏതാണെന്ന് ഓർത്ത് വെക്കുക, MV ഹോണ്ടിയസ് എന്നുള്ള കപ്പലാണ്. ഇനി നമ്മൾ പറഞ്ഞു എന്താണ് ഹാൻഡ വൈറസ് എന്നുള്ളത്. ഇതെന്താണ്? എലികൾ പടർത്തുന്ന ഒരു രോഗമാണ്. എന്താണ്? എലികൾ കാരണം അവരുടെ മൂത്രം അതേപോലെ അവരുടെ സ്രവങ്ങളിലൂടെ പടരുന്ന ഒരു രോഗമാണ് എന്താണ് ഹാൻഡ വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു രോഗം കൂടിയാണ്. അപ്പോൾ ഈ ഒരു രോഗം ആ ഒരു യാത്രക്കാർക്കിടയിൽ ആർക്കൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. അതെന്താണ് നമ്മുടെ കരക്കടുപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ് ബാക്കിയുള്ളവർ കൂടി പടരുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇപ്പോഴെന്താണ് അത് കടലിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഏത് കപ്പലാണെന്ന് ഓർത്ത് വെക്കുക, MV ഹോണ്ടിയസ് എന്നുള്ള കപ്പലാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്: ഇന്ത്യയിലെ ആദ്യത്തെ ഓർബിറ്റൽ ഡേറ്റ സെന്റർ ഉപഗ്രഹം ഏതെന്നാണ്? ഓർത്ത് വെക്കുക, പാത്ത് ഫൈൻഡർ. എന്താണ്? പാത്ത് ഫൈൻഡർ എന്നുള്ളതാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓർബിറ്റൽ ഡേറ്റ സെന്റർ ഉപഗ്രഹമാണിത്. അപ്പോൾ എന്താണ് പിക്സെല്ലും അതേപോലെ തന്നെ സർവം AI ചേർന്നിട്ടാണ് ഈ ഒരു ഉപഗ്രഹം എന്താണ് വിക്ഷേപിക്കുന്നത് അതേപോലെ തന്നെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത്. എന്താണ്? പിക്സെല്ലും അതേപോലെ തന്നെ സർവം AI ചേർന്നിട്ടാണ്. ഇനി ഒരു ഉപഗ്രഹം എന്താണ് ഒരു ഓർബിറ്റൽ ഡേറ്റ സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും. ഓർബിറ്റൽ ഡേറ്റ സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപഗ്രഹമാണ് എന്താണ് പാത്ത് ഫൈൻഡർ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഈ ഒരു ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ വികസിപ്പിച്ച AI മോഡലുകൾ പരിശീലിപ്പിക്കുകയും അതേപോലെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുകയാണ് എന്താണ് സർവം AI ലക്ഷ്യമിടുന്നത്. മാത്രമല്ല ബഹിരാകാശത്ത് നിന്ന് പിക്സൽ എടുക്കുന്ന ചിത്രങ്ങൾ, ഭൂമിയുടെ ചിത്രങ്ങൾ എന്താണ് തത്സമയം തന്നെ വിശകലനത്തിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യവും കൂടിയുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, ഉപഗ്രഹം ഏതാണ്? പാത്ത് ഫൈൻഡർ എന്നുള്ള ഉപഗ്രഹമാണ്. 2026 കൂടിയിട്ട് ഇത് സാധ്യമാകുമെന്നാണ് പറയുന്നത്. ഇനി ഒരു നാഷണൽ റെക്കോർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വനിതാ പോൾ വാൾട്ടിൽ ദേശീയ റെക്കോർഡ് നേടിയത് അടുത്തിടെ ദേശീയ റെക്കോർഡ് നേടിയത് ആരെന്നാണ് നോക്കുന്നത്? ബർണിക്ക ഇളങ്കോവനാണ്. ആരാണ്? ബർണിക്ക ഇളങ്കോവനാണ് ഈ ഒരു ദേശീയ റെക്കോർഡിന് ഉടമയായിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ബർണിക്ക ഇളങ്കോവൻ തന്നെയായിരുന്നു ഈ പോൾ വാൾട്ടിലെ ദേശീയ റെക്കോർഡ്, വനിതാ പോൾ വാൾട്ടിലെ ദേശീയ റെക്കോർഡ് ഉണ്ടായിരുന്നത്. അതിപ്പോഴെന്താണ് സ്വന്തം റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബർണിക്ക ഇളങ്കോവൻ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്? തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യക്തിയാണ്. അപ്പോൾ ഏത് ഐറ്റവുമായിട്ട് ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. പോൾ വാൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്, കായിക താരമാണ്. ആരാണ്? ബർണിക്ക ഇളങ്കോവൻ. അടുത്തിടെ വനിതാ പോൾ വാൾട്ടിൽ ദേശീയ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ സ്വന്തം റെക്കോർഡാണ് മറികടന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി നമ്മൾ നോക്കുന്നത് ഒരു വിയോഗമാണ്. 2026 ഏപ്രിലിൽ അന്തരിച്ച മലയാള നടൻ ആരെന്നാണ്? ഓർത്തു വെക്കുക, സന്തോഷ് കെ നായരാണ്. ആരാണ്? സന്തോഷ് കെ നായരാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. കൊച്ചി രാജാവ്, ധ്രുവം, 20-ാം നൂറ്റാണ്ടിൽ, കാര്യസ്ഥൻ തുടങ്ങിയ നിരവധി സിനിമകളിലും അതേപോലെ സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തു വെക്കുക, അദ്ദേഹം ഒരു മലയാള നടനാണ്. പേരോർത്ത് വെക്കുക, സന്തോഷ് കെ നായർ. ഇനി വരുന്ന PSC എക്സാമുകളിലെ ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ള SCRT പാഠഭാഗങ്ങൾ പഠിച്ചു തീർത്തവർക്ക് അത് എത്രത്തോളം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ടാലന്റ് അക്കാദമിയുടെ SCRT അറിവിടം പരിശീലന ചോദ്യത്തിന്റെ ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. 4300-ലധികം ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ ഇതിനു മുമ്പ് PSC SCRT പാഠഭാഗങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സയൻസിനും സോഷ്യൽ സയൻസിനുമായിട്ട് ഒരൊറ്റ ബുക്കാണ് വരുന്നത്. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ എല്ലാ പാഠഭാഗങ്ങളിൽ നിന്നും വിശകലനം ചെയ്തിട്ടാണ് ഈ ഒരു പരിശീലന ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഉടൻ തന്നെ ഈ ഒരു ബുക്കുകൾ വാങ്ങുക. എല്ലാ PSC പരീക്ഷകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് ആണെങ്കിൽ പോലും നമ്മൾ കണ്ടതാണ് എത്രത്തോളം ക്വസ്റ്റ്യൻസ് SCRT പാഠഭാഗങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് ഉടൻ തന്നെ സ്വന്തമാക്കി ഇനിയുള്ള പരീക്ഷകൾക്ക് ഉറപ്പായിട്ടും ഇത്
പഠിച്ചിട്ട് പോവുക. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ ഈ ഒരു ബുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് പുലിറ്റ്സർ പ്രൈസസ് ആയിരുന്നു. അപ്പോൾ അതിൽ ആദ്യം നോക്കിയത് എന്താണ്? ഫിക്ഷൻ എന്നുള്ള കാറ്റഗറിയാണ്. ഈ ഒരു പുരസ്കാരം ലഭിച്ചത്, ഫിക്ഷനിൽ പുരസ്കാരം നേടിയത് ഡാനിയൽ ക്രൗസ് ആണ്. അതേപോലെ തന്നെ ഡ്രാമ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ബെസ് വൂൾ ആണ്. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? പത്രപ്രവർത്തന മേഖലയ്ക്കുള്ള ഇല്ലസ്ട്രേറ്റർ റിപ്പോർട്ടിംഗ് ആൻഡ് കമന്ററി വിഭാഗത്തിലെ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാര് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് ആനന്ദ് ആർക്കെയും അതേപോലെ സുപർണ ശർമ്മയുമാണ്. പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. അടുത്തിടെ കിഫ്ബി CEO സ്ഥാനം രാജിവെച്ചത് ആരെന്നാണ്? KM എബ്രഹാം ആണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. എന്താണ്? കിഫ്ബിയുടെ CEO സ്ഥാനം അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ദുരന്തങ്ങളിലും അതേപോലെ അടിയന്തര സാഹചര്യങ്ങളിലും വേഗത്തിൽ വിന്യസിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ബുഷം ക്യൂബ്സ് മൊബൈൽ ആശുപത്രി യൂണിറ്റുകൾ ഇന്ത്യ അടുത്തിടെ കൈമാറിയ രാജ്യമേതെന്നാണ്? ജമൈക്കയ്ക്കാണ് കൈമാറിയത്. അതിനുശേഷം നോക്കിയത് ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോൺ ഏതെന്നാണ്? സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ്. ഇനി ആസ്ഥാനം എവിടെയാണെന്ന് ഓർത്ത് വെക്കുക, വിശാഖപട്ടണമാണ് ആസ്ഥാനം വരുന്നത്. ശേഷം നമ്മൾ നോക്കിയത് ഒരു സംവിധാനമായിരുന്നു. എന്താണ്? ഇന്ത്യയുടെ അടിയന്തര ആശയവിനിമയ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് പൊതുസുരക്ഷാ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് അടുത്തിടെ ആരംഭിച്ച സംവിധാനം ഏതാണ്? സെൽ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം. എന്താണ്? സെൽ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് എന്താണ്? ഒരു മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോളിംഗ് സംവിധാനം വന്ന കാര്യമാണ്. ഗുജറാത്തിലാണ് വന്നത്. അപ്പോൾ എന്താണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. എവിടെയാണെന്ന് ഓർത്ത് വെക്കുക, ചോരയാസി ടോൾ പ്ലാസയിലാണ് ഇത് ആരംഭിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കേന്ദ്ര മന്ത്രിസഭയുടെ പുതിയ തീരുമാനപ്രകാരം എന്താണ്? സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം എത്രയായിട്ട് ഉയർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ്? 37 ആണ്. 33 നിന്ന് 37 ആക്കി ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജഡ്ജിമാരുടെ എണ്ണമാണ് 37. ചീഫ് ജസ്റ്റിസ് കൂടി വരുമ്പോൾ അതവിടെ എന്താണ്? 38 ആകും എണ്ണം എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. പിന്നീട് നമ്മൾ നോക്കിയത് ഒരു പ്രൊജക്റ്റ് ആണ്. പ്രൊജക്ട് ഫ്രീഡം എന്തിനുള്ള നാവിക ദൗത്യമാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഹോർമൂസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾ സുരക്ഷിതമായി യാത്ര സാധ്യമാക്കുന്നതിന് അമേരിക്ക ആരംഭിച്ചിട്ടുള്ള ഒരു നാവിക ദൗത്യമാണ് എന്താണ്? പ്രൊജക്ട് ഫ്രീഡം എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കിയത് ഹാൻഡ വൈറസ് പടർന്നതിനെ തുടർന്ന് കേപ്പ് വെർദയ്ക്കടുത്ത് നങ്കൂരമിട്ട ആഡംബര കപ്പൽ ഏതെന്നാണ്? MV ഹോണ്ടിയസ് ആണ്. എന്താണ്? MV ഹോണ്ടിയസ് എന്നുള്ള കപ്പലാണ് ഈ ഒരു വൈറസ് ബാധയെ തുടർന്ന് എന്താണ്? കേപ്പ് വെർദയ്ക്കടുത്ത് നങ്കൂരം ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ആദ്യത്തെ ഓർബിറ്റഡ് ഡാറ്റാ സെന്റർ ഉപഗ്രഹം ഏതെന്നാണ്? പാത്ത് ഫൈൻഡർ എന്നുള്ള ഉപഗ്രഹമാണ്. 2026 കൂടിയിട്ട് ഇത് ഭ്രമണപഥത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു റെക്കോർഡായിരുന്നു. വനിതാ പോൾ വാൾട്ടിൽ ദേശീയ റെക്കോർഡ് നേടിയത് ആരെന്നാണ്? ബർണിക്ക ഇളങ്കോവനാണ്. സ്വന്തം റെക്കോർഡാണ് മറികടന്നിരിക്കുന്നത്. പിന്നീട് ഒരു വിയോഗം നമ്മൾ നോക്കി. 2026 ഏപ്രിൽ അന്തരിച്ച മലയാള നടൻ ആരെന്ന് ഓർത്തു വെക്കുക, സന്തോഷ് K നായരാണ്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഗിഗ് തൊഴിലാളികൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പരാതി പരിഹാര സംവിധാനം ആരംഭിച്ചത് എവിടെയെന്നാണ്? ഓപ്ഷൻ A ഗുജറാത്ത്, ഓപ്ഷൻ B കർണാടക, ഓപ്ഷൻ C തെലങ്കാന, ഓപ്ഷൻ D മഹാരാഷ്ട്ര. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഗുവാരൽ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ്? ഓപ്ഷൻ A അസം, ഓപ്ഷൻ B നാഗാലാൻഡ്, ഓപ്ഷൻ C സിക്കിം, ഓപ്ഷൻ D മിസോറാം. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: 2026 RBI ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനാവുന്നത് ആരെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ A ആണ്, രോഹിത് ജെയിൻ ആണ്. അടുത്ത ചോദ്യം ഇതായിരുന്നു: 2026 പ്രസാദ് ഭാരതി ചെയർമാനായി നിയമിതനായത് ആരെന്നായിരുന്നു. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ C ആണ്, പ്രസൂൺ ജോഷിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത്. എല്ലാം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.